അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിറ്റിൽ ആൻഡ് ഫ്രൈഡ് ചിക്കനാണ്. ഇത്രയും സിമ്പിളായി നമ്മൾ വീട്ടിലുണ്ടാക്കാൻ അറിഞ്ഞിട്ടും നമ്മൾ ഓരോരോ ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൻ്റെ മുന്നിലും പോയി ക്യൂ നിന്നിട്ടുണ്ട് അല്ലേ. ഇനി അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കിറ്റിൽ ആൻഡ് ഫ്രൈഡ് ചിക്കൻ. 99% ഫ്രൈഡ് ചിക്കൻ്റെ അതേ സ്മെല്ലോട് കൂടിയും ടേസ്റ്റോട് കൂടിയും തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ഫുള്ളായിട്ട് ആ ചിക്കൻ മുഴുവൻ മുങ്ങുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കുക, 3 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് 1 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറിന് ശേഷം ദേ കണ്ടോ, ഇനി ഈ വെള്ളമൊക്കെ മാറ്റി നല്ല ഡ്രൈ ആയി ചിക്കൻ ഒരു ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ നമുക്കിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാലും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. വേറൊരു ബൗളിലേക്ക് നമുക്ക് 4 കപ്പ് മൈദ അരിച്ചെടുക്കാം. കണ്ടോ, നമ്മൾ 4 കപ്പ് മൈദ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കടല മുളകും ഉപ്പും കുരുമുളക് പൊടിയും ഈ മൈദയും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ ഈ മൈദയും മുട്ടയും ഒന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ 1 മണിക്കൂർ ചിക്കൻ വെക്കണം. പിന്നെ ഇതിലേക്ക് ആദ്യം ഒരു കോട്ട് ചെയ്യുക. ചിക്കൻ ആദ്യം ഇട്ടിട്ട് പൊടിയിൽ ഒരു കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ ഈ മുട്ടയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മൈദയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഈ ചിക്കന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഓവറായി തട്ടിയാൽ അതിനുള്ള ഫുള്ള് അങ്ങേക്ക് താഴേക്ക് പോകും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമുക്കൊന്ന് തട്ടി എടുത്തിട്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. കണ്ടോ, ചിക്കൻ്റെ കോട്ടിങ്ങൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. 2 കിലോ ചിക്കന് 1 ലിറ്റർ സൺഫ്ലവർ ഓയിലൊക്കെ മതിയാകും. ഇതിനെ 160 ഡിഗ്രി, അതായത് നല്ല തിളക്കുന്ന എണ്ണയിൽ വേണം കേട്ടോ ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കോട്ടിങ്ങിൽ എണ്ണ കുഴിച്ചിട്ട് അതൊരു മോശമായി പോകും. എന്തായാലും നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ തയ്യാറാക്കി നോക്കട്ടോ. അതേ ടേസ്റ്റിലും എന്താ പറയുക, സ്മെല്ല് പോലും അതേപോലെ തന്നെയാണ് KFC അല്ലെങ്കിൽ AFC പല ലേബിളിലും നമുക്ക് കിട്ടുന്ന ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ, അതേ ടേസ്റ്റിൽ. എനിക്ക് ഒന്നുകൂടി തോന്നിയിട്ടുള്ളത് KFC നമ്മൾ ഷോപ്പിൽ പോയി കഴിക്കുന്നില്ലേ, അതേ ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോയിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും നിങ്ങൾ പൊറുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.